ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന പാടെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയൊക്കെ മാറിയിട്ട് രാത്രി നല്ല മഴയായിരുന്നു. അതുകൊണ്ട് മഴയൊക്കെ മാറിയ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ പിള്ളേർക്കുള്ള പാലൊക്കെ കാച്ചാൻ വെച്ചു കേട്ടോ. ഇന്ന് എനിക്ക് കിട്ടുന്ന മിൽമേൻ്റെ ഈ പാക്കറ്റാണ്. സാധാരണ ഒരു ഓറഞ്ച് കളർ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ട് പോരുക. ഇന്ന് ഞങ്ങൾക്ക് ഈ ഒരു പച്ച പാക്കറ്റാണ് കേട്ടോ, പുതിയാന്ന് തോന്നുന്നു. അങ്ങനെ അതാണ് കിട്ടിയത്. അങ്ങനെ പിള്ളേർക്കുള്ള പാലൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ഇടയ്ക്കുള്ള ചായ വെച്ചേക്കുവാണ്. അല്ലിക്കുഞ്ഞും തെച്ചൂട്ടിക്കും കുറേ ആയിട്ടുള്ള ശീലമാണ് രാവിലെ പാൽ കുടിക്കില്ല. രാവിലെ പാൽ കുടിക്കും, അതുപോലെ തന്നെ വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും കുടിക്കാറുണ്ട് കേട്ടോ. ബൂസ്റ്റിട്ടും കുടിക്കും, അല്ലാണ്ടും കുടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാവുള്ളൂ. അതെന്നും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ രാവിലെ അലക്കാനുള്ള തുണികളൊക്കെ കൊണ്ടിട്ടു. പിന്നെ ഇതേ പാല് ചായപ്പൊടി ഇട്ടു. അപ്പോഴേക്കും കുറേ പാലൊക്കെ നിലത്ത് വീണായിരുന്നു. അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞു. പിന്നെ ഞാൻ ഒന്ന് മുട്ട പൊരിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഏട്ടയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ നോൺ വെജ് വേറെ ഒന്നുമില്ല, മുട്ട പൊരിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അമ്മച്ചി എഴുന്നേറ്റ് വന്ന പാടെ മറ്റേ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അതേ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വെള്ളച്ചമ്മന്തി ഉണ്ടാക്കാം. കാരണം അല്ലിക്കുഞ്ഞിന് ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഈ നെയ്റോസ്റ്റിൻ്റെ കൂടെ ഈ വെള്ളച്ചമ്മന്തി മുക്കി തന്നെ ഭയങ്കര ഇഷ്ടം. മസാല കഴിക്കില്ല, മസാല ദോശൻ്റെ മസാലയൊന്നും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാമെന്ന് ഓർത്തിട്ട് അമ്മച്ചി ഇതേ വെള്ളച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ടൊന്ന് ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും അമ്മച്ചി കറിയൊക്കെ സെറ്റാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ദോശ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അമ്മച്ചി ഇത് ഉണ്ടാക്കിയില്ല. നമുക്ക് പിന്നെ ഇവിടെ ഇന്നത്തേക്കുള്ള എല്ലാ കറികളും രാവിലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. ഉച്ചക്കത്തെ കറികളെല്ലാം തന്നെ. പിന്നെ രാത്രി ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ നിൽക്കാറില്ല. എന്തെങ്കിലും കുറവുകൊണ്ട് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എനിക്കുള്ള ദോശ ചുടുവാണ്. എനിക്ക് നല്ല മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറിൽ വേണം കേട്ടോ. നല്ല പപ്പടം പോലെ വേണം. അങ്ങനെ അത് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്യൊക്കെ ഒഴിച്ച് നമ്മൾ ഗ്രേവി അകത്ത് വെച്ച് മടക്കിയെടുത്തു. അപ്പോഴേക്കും അമ്മച്ചി ഇത് ചമ്മന്തി സെറ്റാക്കിയിട്ടുണ്ട്. 2 ദോശ മതി, കാരണം ഗ്രേവിയൊക്കെ ഉള്ളതുകൊണ്ട് വയറങ്ങ് നിറഞ്ഞോളും. അങ്ങനെ നമ്മുടെ ദോശയും ഇത് ചമ്മന്തിയൊക്കെ എടുത്ത് നേരെ സിറ്റൗട്ടിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ കണിക്കുന്നൊക്കെ പൂത്ത് വന്നിട്ടുണ്ട്. വിഷുവൊക്കെ ആവാറായല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടത് ഭക്ഷണം കഴിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു മോർണിംഗ് റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.